എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ നമ്മൾ ഇന്നും പതിവ് പോലെ പാലക്കാട് ജില്ലയിലാണ് എത്തിയിട്ടുള്ളത്. പാലക്കാട് ജില്ലയിലെ പെരിങ്ങോട്ടുശ്ശേരി കളത്തിലേക്കാണ് നമ്മുടെ ഇന്നത്തെ യാത്ര. ശരിക്കും പറഞ്ഞാൽ ഈ കളം സ്ഥിതി ചെയ്യുന്നത് പാലക്കാട് ടൗണിൽ നിന്ന് 38 കിലോമീറ്റർ ദൂരെയാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ കൊല്ലംകോടൊക്കെ കാണാൻ വരുന്ന ആളുകളുണ്ടെങ്കിൽ എന്തായാലും ഈ സ്ഥലവും കൂടി സന്ദർശിക്കണം, ഒരിക്കലും മിസ് ചെയ്യരുത് എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. കൂടാതെ തന്നെ തൊട്ടു മുന്നിലായി നെല്ലിയാമ്പതി മലനിരകൾ നമുക്ക് കാണാൻ സാധിക്കും. തൊട്ടു താഴെയായി നെൽവയലുകളും തെങ്ങും തൈകളും മാവുകളും അങ്ങനെ ഒരുപാട് കൃഷിയിടങ്ങൾ നമുക്കിവിടെ കാണാൻ സാധിക്കും. കൂടാതെ തന്നെ ഈ നെല്ലിയാമ്പതി മലനിരകളുടെ മുകളിലൂടെയുള്ള ചെറു ചെറു വെള്ളച്ചാട്ടങ്ങൾ അതൊന്നും കൂടി നമ്മുടെ യാത്രയ്ക്ക് ഭംഗിയേൽക്കും. 1ഉം 2ഉം അങ്ങനെ പലതരത്തിൽ 3-4 വെള്ളച്ചാട്ടങ്ങൾ നമുക്ക് മുന്നിൽ കാണാൻ സാധിക്കും. അങ്ങനെ നമ്മൾ യാത്ര നമ്മുടെ പെരിങ്ങോട്ടുശ്ശേരി കളത്തിൻ്റെ മുന്നിലെത്തി അവസാനിച്ചിരിക്കുകയാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു സ്വകാര്യ വ്യക്തിയുടെ ഒരു സ്ഥലമാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളിവിടെ കച്ചറകളോ പ്ലാസ്റ്റിക് കുപ്പികളോ മാലിന്യങ്ങളോ ഒന്നും ഇടാതെ സൂക്ഷിക്കണം. ഈ കളത്തിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇത് 140 വർഷം പഴക്കമുള്ള ഒരു കളമാണ്. പിന്നെ നമ്മൾ ഇവിടെ എൻട്രി ചെയ്യുമ്പോൾ തന്നെ ആദ്യം നമ്മൾ കയറുമ്പോൾ തന്നെ ഒരു തൊട്ട് ഫ്രണ്ടിലുള്ള മരത്തിൻ്റെ മുകളിൽ ഇവിടേക്ക് കയറുമ്പോൾ എന്തൊക്കെ ചെയ്യുക എന്തൊക്കെ ചെയ്യാതിരിക്കാം എന്നുള്ളതിൻ്റെ ഇൻസ്ട്രക്ഷൻ ഇതിൻ്റെ ഓണർമാർ അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എല്ലാവരും അതൊന്ന് വായിച്ചിട്ട് വേണം അവിടേക്ക് പ്രവേശിക്കാൻ. കാരണം ഇംഗ്ലീഷിലും മലയാളത്തിലുമായിട്ട് എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം വായിച്ചു കഴിഞ്ഞ് ഞങ്ങൾ ഉള്ളിലോട്ട് പോവുകയാണ്. ഞാൻ പറഞ്ഞല്ലോ 140 വർഷം പഴക്കമുണ്ട്, മണ്ണുകൊണ്ട് ഉണ്ടാക്കിയതാണ്. കൂടാതെ തന്നെ ഇതൊരു പാറപ്പുറത്താണ് സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ കുറേ പേര് ഇവിടെ ഫോട്ടോഗ്രാഫിയൊക്കെ ചെയ്യുന്നുണ്ട്. കുറച്ച് പേര് ഇവിടെ ഉണ്ട്, ഫാമിലി ആയിട്ടൊക്കെ ആളുകളൊക്കെ വന്നിട്ടുണ്ട്. തൊട്ട് പിന്നിലെന്താ നല്ല ഭംഗിയാണ് കാണാൻ. കറുത്ത മലനിരകളും വെള്ളച്ചാട്ടവും നെൽപ്പാടങ്ങളും അതിൻ്റെ തൊട്ട് സൈഡിലായിട്ടാണ് ഈ കളം സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്കൊരു ഡൗട്ട് ഉണ്ടാവും, എന്താണ് ഈ കളം? കളം എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, ജസ്റ്റ് സ്റ്റോറേജ്. അതായത് ഇവിടെ നെൽകൃഷിയാണല്ലോ നമ്മുടെ പാലക്കാടുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നെല്ലുകൾ സ്റ്റോർ ചെയ്യാനുള്ളൊരു സ്ഥലം, അതാണ് ഈ കളം എന്ന് പറയുന്നത്. തൊട്ടപ്പുറത്തായി ഒരു ചെറിയൊരു ബിൽഡിംഗ് നിങ്ങൾക്ക് കാണാൻ പറ്റും, ഓല കൊണ്ട് മേഞ്ഞത്. അത് ശരിക്കും ആദ്യം ഒരു ചായക്കടയായിരുന്നു. അതും ഓണർമാരുടെ തന്നെയായിരുന്നു, ചായക്കട ഉണ്ടായിരുന്നു അവിടെ. ഇപ്പം അത് ഞാൻ തോന്നുന്നു അവിടെ ആരും ഉണ്ടായിരുന്നില്ല, ഇപ്പോൾ വർക്കിംഗ് അല്ല എന്ന് തോന്നുന്നത്. ഇതാണ് നമ്മുടെ കളം എന്ന് പറഞ്ഞാൽ ഒരു നല്ലൊരു വൈബാണ്. ഇവിടെ എത്തിക്കഴിഞ്ഞാൽ നമുക്ക് ഉള്ള ചൂടിൻ്റെ ഒരു അനുഭവം ഇതിനുള്ളിലോട്ട് കയറുമ്പോൾ ഉണ്ടാവില്ല. അപ്പോൾ നിങ്ങൾ എന്തായാലും കൊല്ലംകോട് സന്ദർശിക്കുകയാണെങ്കിൽ പെരിങ്ങോട്ടുശ്ശേരി കളത്തിലേക്ക് എന്തായാലും വരണം. നിങ്ങൾ ഒരിക്കലും മിസ് ചെയ്യില്ല ഇത്. കാരണം ഇതും ഒരു ഹിസ്റ്റോറിക്കൽ പ്ലേസ് ആണെന്ന് ഞാൻ പറഞ്ഞിരുന്നല്ലോ ആദ്യം തന്നെ. കാരണം നല്ലൊരു അടിപൊളി സ്പോട്ട് തന്നെയാണ്, ഫോട്ടോഷൂട്ടിനായാലും എന്തിനായാലും. അപ്പോൾ എന്തായാലും നിങ്ങൾ ഇങ്ങോട്ട് വരികയാണെങ്കിൽ പെരിങ്ങോട്ടുശ്ശേരി കളം എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഗൂഗിൾ മാപ്പിൽ ടൈപ്പ് ചെയ്യുക. നിങ്ങൾ എന്തായാലും വരണം, എന്തായാലും മിസ് ചെയ്യരുത്. അപ്പോൾ ഞങ്ങൾ പതിയെ ചെറിയൊരു വഴിയൊക്കെ കണ്ടുപിടിച്ചത്. ഞങ്ങൾ വണ്ടിയിലാണ് വന്നത്, അതിലൂടെ ഞങ്ങൾ തിരിച്ചു പോവുകയാണ്. തിരിച്ചു പോകുമ്പോൾ നമ്മുടെ കൊല്ലംകോട് ഫേമസ് ആയ ചെല്ലൻ ചേട്ടൻ്റെ ചായക്കടയും കൂടി നമുക്ക് കാണാൻ സാധിക്കും. ഇതാണ് ചെല്ലൻ ചേട്ടൻ്റെ ചായക്കട. അപ്പോൾ ഇതിന് ലെഫ്റ്റ് സൈഡിലൂടെയാണ് നമ്മൾ പെരിങ്ങോട്ടുശ്ശേരി കളത്തിലേക്ക് പോകേണ്ടത്. അവിടെ തൊട്ട് മുന്നിൽ ഈ ജംഗ്ഷനിൽ തന്നെ ബോർഡുകളൊക്കെ സ്ഥാപിച്ചിട്ടുണ്ട്. അതുകൊണ്ട് നിങ്ങൾക്ക് ഒരിക്കലും കുഴപ്പമൊന്നും ഉണ്ടാവില്ല. അതായത് പെരിങ്ങോട്ടുശ്ശേരി കളം. അപ്പോൾ ഈ ചെറിയ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇനി അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. അപ്പോൾ ഓക്കെ, ബൈ ബൈ.